ഹായ്, വിനായക ചതുർത്ഥി കഴിഞ്ഞു. വളരെ വൈകി പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എഡിറ്റിങ്ങൊക്കെ മൂലം കാലതാമസം വന്നെങ്കിലും എനിക്കിതിവിടെ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. ഞാനിവിടെ തയ്യാറാക്കുന്നത് മഞ്ഞൾ പിള്ളയാർ അഥവാ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഗണപതിയാണ്. മഞ്ഞൾ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. അതിനാൽ തന്നെ മഞ്ഞൾ കൊണ്ട് നിർമ്മിക്കുന്ന ഗണപതി ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമായിട്ട് കരുതപ്പെടുന്നു. മഞ്ഞൾ പ്രകൃതിദത്തമായ ഒന്നായതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ള രീതിക്ക് നമ്മൾ നിർമ്മിക്കുന്ന ഗണപതി വിഗ്രഹമാണ്. ഗണപതി വിഗ്രഹം നിമജ്ജനം ചെയ്യുമ്പോഴൊക്കെ മഞ്ഞൾ കൊണ്ട് തയ്യാറാക്കുന്ന ഗണപതിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം നമ്മളിതിൽ മറ്റുള്ള രാസപദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ പാർവതി ദേവി തൻ്റെ ദേഹത്ത് പുരട്ടിയിരുന്ന മഞ്ഞളിൽ നിന്നാണ് ഗണപതി ഭഗവാനെ സൃഷ്ടിച്ചതെന്നുള്ള ഒരു ഐതിഹ്യവുമുണ്ട്. അതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നമ്മൾ മഞ്ഞൾ കൊണ്ട് നിർമ്മിക്കുന്ന ഗണപതി വിഗ്രഹം തന്നെയാണ്. ഞാനീ നിർമ്മിച്ചിരുന്ന ഗണപതി വിഗ്രഹം ഇടയ്ക്ക് വെച്ച് ഉടഞ്ഞു പോയിരുന്നു. കാരണം ഞാനിതിൽ മഞ്ഞളും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. 100 ഗ്രാം മഞ്ഞൾപ്പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിട്ടാണ് ഞാൻ ഗണപതി വിഗ്രഹം തയ്യാറാക്കുന്നത്. എന്നാൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നന്നായിട്ട് അങ്ങനെ പൊടിഞ്ഞു പോകാത്ത രീതിക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓരോ ഈർക്കിലൊക്കെ നാട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബലമായിട്ട് നമുക്ക് ഈ വിഗ്രഹം ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ണുകളുടെ സ്ഥാനത്തായിട്ട് വെച്ചിരിക്കുന്നത് കുരുമുളകാണ്. ഒരു സങ്കല്പം എന്നുള്ള രീതിക്കാണ് നമ്മളിങ്ങനെ മഞ്ഞളിൽ കുഴച്ച് ഗണപതി രൂപം ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം നന്നായിട്ട് ശില്പകല അറിയണം അല്ലെങ്കിൽ ഒരു പ്രതിമ ഉണ്ടാക്കാൻ അറിയണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിക്ക് മഞ്ഞൾ കുഴച്ച് ഗണപതി ഭഗവാന്റെ ഒരു രൂപം സങ്കല്പിച്ച് അതുപോലെ ചെയ്തെടുത്താൽ മതി. അതെത്ര അറിയാത്തവർക്കും നമുക്ക് മനസ്സിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഗണപതി ഭഗവാനെ നമുക്ക് സ്വയം പൂജിക്കാവുന്ന ഒരു ദിനമായിട്ടാണ് വിനായക ചതുർത്ഥി ദിനം കരുതപ്പെടുന്നത്. പൂർത്തീകരിച്ച വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഞാൻ കുറച്ച് കറുകപ്പുല്ലും മുക്കൂറ്റിയും അതുപോലെ കടലമാവ് കൊണ്ട് തയ്യാറാക്കിയ മോദകവും പഴവും അർപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഗണപതി ഭക്തരായ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നന്ദി.